അധ്യായം 17 അൽ ഇസ്റാ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 111. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തന്റെ ദാസനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അനുഗ്രഹീതമായ പരിസരങ്ങളോട് കൂടിയ മസ്ജിദുൽ അഖ്സായിലേക്ക് ഒരു രാവിൽ കൊണ്ടുപോയവൻ ഏറെ പരിശുദ്ധൻ തന്നെ. നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണത്. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا من دوني وكيلا. മൂസാക്കു നാം വേദപുസ്തകം നൽകി. അതിനെ ഇസ്രായേൽ മക്കൾക്ക് വഴികാട്ടിയാക്കി. എന്നെ കൂടാതെ ആരെയും കൈകാര്യകർത്താവാക്കരുതെന്ന കൽപ്പന അതിലുണ്ട്. ذُرِّيَّةَ مَنْ حَمَلْنَا مَعَ نُوحٍ إِنَّهُ كَانَ عَبْدًا شَكُورًا. നാം നൂഹിനോടൊപ്പം കപ്പലിൽ കയറ്റിയവരുടെ സന്തതികളാണ് നിങ്ങൾ. നൂഹ് വളരെ നന്ദിയുള്ള ദാസനായിരുന്നു. وَقَضَيْنَا إِلَى بَنِي إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن علوا كبيرا. ഇസ്രായേൽ മക്കൾ 2 തവണ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുമെന്നും ധിക്കാരം കാണിക്കുമെന്നും നാം മൂലപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا. അങ്ങനെ ആ 2 സന്ദർഭങ്ങളിൽ ആദ്യത്തേതിന്റെ അവസരമെത്തിയപ്പോൾ നാം നിങ്ങൾക്കെതിരെ നമ്മുടെ ദാസന്മാരിലെ അതിശക്തരായ ആക്രമണകാരികളെ അയച്ചു. അവർ നിങ്ങളുടെ വീടുകൾക്കിടയിൽ പോലും നിങ്ങളെ പരതി നടന്നു. അനിവാര്യമായി സംഭവിക്കേണ്ടിയിരുന്ന ഒരു വാഗ്ദാനം തന്നെയായിരുന്നു അത്. ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا. പിന്നീട് നിങ്ങൾക്കു നാം അവരുടെ മേൽ വീണ്ടും വിജയം നൽകി, സമ്പത്തും സന്താനങ്ങളും നൽകി സഹായിച്ചു, നിങ്ങളെ കൂടുതൽ അംഗബലമുള്ളവരാക്കുകയും ചെയ്തു. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും വഇൻ അസഅതും ഫലഹാ فإذا جاء وعد الآخرة ليسوءوا وجوهكم وليدخلوا المسجد كما دخلوه أول مرة وليتبروا ما علوا تتبيرا. നിങ്ങൾ നന്മ പ്രവർത്തിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്കു തന്നെയാണ്. തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും നിങ്ങൾക്കു തന്നെ. നിങ്ങളെ അറിയിച്ച 2 സന്ദർഭങ്ങളിൽ അവസാനത്തേതിന്റെ സമയമായപ്പോൾ നിങ്ങളെ മറ്റു ശത്രുക്കൾ കീഴ്പ്പെടുത്തി. അവർ നിങ്ങളുടെ മുഖം ചീത്തയാക്കാനും ആദ്യ തവണ പള്ളിയിൽ കടന്നു വന്ന പോലെ ഇത്തവണയും കടന്നു ചെല്ലാനും കയ്യിൽ കിട്ടിയതെല്ലാം തകർത്തു കളയാനും വേണ്ടി. അസാ റബ്ബുകും അൻ യർഹമകും വഇൻ ഉദ്തും ഉദ്നാ വജഅൽനാ ജഹന്നമ ലിൽകാഫിരീന ഹസീറാ.
ഇനിയും നിങ്ങളുടെ നാഥൻ നിങ്ങളോട് കരുണ കാണിച്ചേക്കാം. അഥവാ നിങ്ങൾ പഴയ നിലപാട് ആവർത്തിച്ചാൽ നാം നമ്മുടെ ശിക്ഷയും ആവർത്തിക്കും. സംശയമില്ല, നരകത്തെ നാം സത്യനിഷേധികൾക്കുള്ള തടവറയാക്കിയിരിക്കുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വമ ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. ഈ ഖുർആൻ ഏറ്റവും നേരായ വഴി കാണിച്ചു തരുന്നു. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ടെന്ന് ശുഭവാർത്ത അറിയിക്കുന്നു. وَأَنَّ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ أَعْتَدْنَا لَهُمْ عَذَابًا أَلِيمًا. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് നാം നോവേറിയ ശിക്ഷ ഒരുക്കിവെച്ചിട്ടുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. وَيَدْعُ الْإِنسَانُ بِالشَّرِّ دُعَاءَهُ بِالْخَيْرِ وَكَانَ الْإِنسَانُ عَجُولًا. മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി എന്ന പോലെ തിന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവൻ വല്ലാത്ത ധൃതിക്കാരൻ തന്നെ. وَجَعَلْنَا اللَّيْلَ وَالنَّهَارَ آيَتَيْنِ فَمَحَوْنَا آيَةَ اللَّيْلِ وَجَعَلْنَا آيَةَ النَّهَارِ مُبْصِرَةً لِتَبْتَغُوا فَضْلًا مِّن رَّبِّكُمْ وَلِتَعْلَمُوا عَدَدَ السِّنِينَ وَالْحِسَابَ وَكُلَّ شَيْءٍ فَصَّلْنَاهُ تَفْصِيلًا. നാം രാവിനെയും പകലിനെയും രണ്ട് അടയാളങ്ങളാക്കിയിരിക്കുന്നു. അങ്ങനെ നാം രാവാകുന്ന ദൃഷ്ടാന്തത്തിന്റെ നിറം കെടുത്തി, പകലാകുന്ന ദൃഷ്ടാന്തത്തെ പ്രകാശപൂരിതമാക്കി. നിങ്ങൾ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹം തേടാനാണിത്. നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും മനസ്സിലാക്കാനും. അങ്ങനെ സകല സംഗതികളും നാം വ്യക്തമായി വേർതിരിച്ചു വച്ചിരിക്കുന്നു. وَكُلَّ إِنسَانٍ أَلْزَمْنَاهُ طَائِرَهُ فِي عُنُقِهِ وَنُخْرِجُ لَهُ يَوْمَ الْقِيَامَةِ كِتَابًا يَلْقَاهُ مَنشُورًا. ഓരോ മനുഷ്യന്റെയും ഭാഗധേയത്തെ നാം അവന്റെ കഴുത്തിൽ തന്നെ ബന്ധിച്ചിരിക്കുന്നു. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നാം അവനുവേണ്ടി ഒരു കർമ്മരേഖ പുറത്തിറക്കും. അത് തുറന്നുവച്ചതായി അവന് കാണാം. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. നിന്റെ ഈ കർമ്മപുസ്തകമൊന്ന് വായിച്ചു നോക്കൂ. ഇന്ന് നിന്റെ കണക്കു നോക്കാൻ നീ തന്നെ മതി. من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا. ആർ നേർവഴി സ്വീകരിക്കുന്നുവോ അതിന്റെ ഗുണം അവന് തന്നെയാണ്. ആർ വഴികേടിലാകുന്നുവോ അതിന്റെ ദോഷവും അവന് തന്നെ. ആരും മറ്റൊരുത്തന്റെ ഭാരം ചുമക്കുകയില്ല. ദൂതനെ നിയോഗിക്കും വരെ നാം ആരെയും ശിക്ഷിക്കുകയുമില്ല. وَإِذَا أَرَدْنَا أَن نُّهْلِكَ قَرْيَةً أَمَرْنَا مُتْرَ فِيهَا فَفَسَقُوا فِيهَا فَحَقَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَاهَا تَدْمِيرًا. ഒരു നാടിനെ നശിപ്പിക്കണമെന്ന് നാം ഉദ്ദേശിച്ചാൽ അവിടത്തെ സുഖലോലുപരോട് നാം കൽപ്പിക്കും. അങ്ങനെ അവരവിടെ അധർമ്മം പ്രവർത്തിക്കും. അതോടെ അവിടം ശിക്ഷാർഹമായിത്തീരുന്നു. അങ്ങനെ നാം അതിനെ തകർത്ത് തരിപ്പണമാക്കുന്നു. وَكَمْ أَهْلَكْنَا مِنَ الْقُرُونِ مِنْ بَعْدِ نُوحٍ وَكَفَى بِرَبِّكَ بِذُنُوبِ عِبَادِهِ خَبِيرًا بَصِيرًا. നൂഹിനു ശേഷം എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്. തന്റെ ദാസന്മാരുടെ പാപങ്ങളെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമായി നിന്റെ നാഥൻ തന്നെ മതി. മൻ
كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. ആരെങ്കിലും പെട്ടെന്ന് കിട്ടുന്ന നേട്ടങ്ങളാണ് കൊതിക്കുന്നതെങ്കിൽ നാം അയാൾക്ക് അതുടനെ തന്നെ നൽകുന്നു. നാം ഇച്ഛിക്കുന്നവർക്ക് നാം ഇച്ഛിക്കുന്ന അളവിൽ. പിന്നെ നാം അവന് നൽകുക നരകത്തീയാണ്. നിന്ദ്യനും ദിവ്യകാരുണ്യം നിഷേധിക്കപ്പെട്ടവനുമായി അവനവിടെ കത്തിയെരിയും. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. എന്നാൽ ആരെങ്കിലും സത്യവിശ്വാസം സ്വീകരിക്കുകയും പരലോകമാഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയുമാണെങ്കിൽ അറിയുക, അത്തരക്കാരുടെ പരിശ്രമം ഏറെ നന്ദി അർഹിക്കുന്നതു തന്നെ. كُلًّا نُمِدُّ هَؤُلَاءِ وَهَؤُلَاءِ مِنْ عَطَاءِ رَبِّكَ وَمَا كَانَ عَطَاءُ رَبِّكَ مَحْظُورًا. ഇവർക്കും അവർക്കും നാം ഈ ലോകത്ത് സഹായം നൽകും. നിന്റെ നാഥന്റെ ദാനമാണത്. നിന്റെ നാഥന്റെ ദാനം തടയാൻ ആർക്കുമാവില്ല. انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. ഇവിടെ നാം ചിലരെ മറ്റു ചിലരേക്കാൾ എவ்விധമാണ് ശ്രേഷ്ഠരാക്കിയതെന്ന് നോക്കൂ. എന്നാൽ ഏറ്റവും മഹിതമായ പദവിയും ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയുമുള്ളത് പരലോക ജീവിതത്തിലാണ്. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. നീ അല്ലാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും സ്വീകരിക്കരുത്. അങ്ങനെ ചെയ്താൽ നീ നിന്ദ്യനും നിരാകരിക്കപ്പെട്ടവനുമായി കുത്തിയിരിക്കേണ്ടി വരും. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനെയല്ലാതെ വഴിപ്പെടരുത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പമുണ്ടെങ്കിൽ അവരോട് ഛേ എന്ന് പോലും പറയരുത്. പരുഷമായി സംസാരിക്കരുത്. ഇരുവരോടും ആദരവോടെ സംസാരിക്കുക. واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. കാരുണ്യപൂർവം വിനയത്തിന്റെ ചിറക് ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുക. അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക: എന്റെ നാഥ, കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ പോറ്റി വളർത്തിയ പോലെ നീ അവരോട് കരുണ കാണിക്കണമേ. ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا. നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ മനസ്സിലുള്ളത് നന്നായി അറിയുന്നവനാണ്. നിങ്ങൾ സൽക്കർമ്മികളാവുകയാണെങ്കിൽ നിശ്ചയമായും ഖേദിച്ച് സത്യത്തിലേക്ക് തിരിച്ചു വരുന്നവർക്ക് അവൻ ഏറെ പൊറുത്തു കൊടുക്കുന്നവനാണ്. وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا. അടുത്ത കുടുംബക്കാരന് അവന്റെ അവകാശം കൊടുക്കുക. അഗതിക്കും വഴിപോക്കനുമുള്ളത് അവർക്കും. എന്നാൽ
ധൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ വകാന അശ്-ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. നിശ്ചയം ധൂർത്തന്മാർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാചോ തന്റെ നാഥനോട് നന്ദി കെട്ടവനും. وَإِمَّا تُعْرِضَنَّ عَنْهُمُ ابْتِغَاءَ رَحْمَةٍ مِّن رَّبِّكَ تَرْجُوهَا فَقُل لَّهُمْ قَوْلًا مَّيْسُورًا. നിന്റെ നാഥനിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന അനുഗ്രഹം പ്രതീക്ഷിച്ച് നിനക്ക് അവരുടെ ആവശ്യം അവഗണിക്കേണ്ടി വന്നാൽ നീ അവരോട് സൗമ്യമായി ആശ്വാസവാക്ക് പറയണം. ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا. നിന്റെ കൈ നീ പിരടിയിൽ കെട്ടിവെക്കരുത്, അതിനെ മുഴുവനായി നിവർത്തിയിടുകയുമരുത്. അങ്ങനെ ചെയ്താൽ നീ ആക്ഷേപിക്കപ്പെട്ടവനും നഷ്ടപ്പെട്ടവനുമായിത്തീരും. ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. നിന്റെ നാഥൻ അവൻ ഇച്ഛിക്കുന്നവർക്ക് ജീവിത വിഭവം ധാരാളമായി നൽകുന്നു, മറ്റു ചിലർക്ക് അതിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നു. അവൻ തന്റെ ദാസന്മാരെ നന്നായി അറിയുന്നവനും കാണുന്നവനുമാണ്. ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم إن قتلهم كان خطأ كبيرا. പട്ടിണി പേടിച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത്. അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നത് നാമാണ്. അവരെ കൊല്ലുന്നത് കൊടിയ കുറ്റം തന്നെ. ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. നിങ്ങൾ വ്യഭിചാരത്തോടടുക്കുക പോലും അരുത്, അത് നീചമാണ്, ഹീനമായ മാർഗവും. ولا تقتلوا النفس التي حرم الله إلا بالحق ومن قتل مظلوما فقد جعلنا لوليه سلطانا فلا يسرف في القتل إنه كان منصورا. അല്ലാഹു ആദരിച്ച മനുഷ്യജീവനെ അന്യായമായി നിങ്ങൾ ഹനിക്കരുത്. ആരെങ്കിലും അന്യായമായി വധിക്കപ്പെട്ടാൽ അവന്റെ അവകാശികൾക്ക് നാം പ്രതിക്രിയയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ കൊലയിൽ അതിര് കവിയരുത്, തീർച്ചയായും അവൻ സഹായിക്കപ്പെടുന്നവനാകുന്നു. ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا بالعهد إن العهد كان مسؤولا. അനാഥന്റെ ധനത്തോട് നിങ്ങൾ അടുക്കാതിരിക്കുക, ഏറ്റവും നല്ല നിലയിലല്ലാതെ. അവൻ കാര്യവിവരമുള്ളവനാകും വരെ നിങ്ങൾ കരാർ പാലിക്കുക. കരാറിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, തീർച്ച. وأوفوا الكيل إذا كلتم وزنوا بالقسطاس المستقيم ذلك خير وأحسن تأويلا. നിങ്ങൾ അളന്നുകൊടുക്കുമ്പോൾ അളവിൽ തികവ് വരുത്തുക, കൃത്യതയുള്ള തുലാസുകൊണ്ട് തൂക്കിക്കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അന്ത്യഫലം ഏറ്റവും മികച്ചതാകാനുള്ള വഴിയും അതുതന്നെ. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. നിനക്കറിയാത്തവയെ നീ പിൻപറ്റരുത്. കാതും കണ്ണും മനസ്സുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവ തന്നെ. ولا تمش في الأرض مرحا إنك لن تخرق الأرض ولن تبلغ الجبال طولا. നീ ഭൂമിയിൽ അഹങ്കരിച്ചു നടക്കരുത്. ഭൂമിയെ പിളർക്കാനൊന്നും നിനക്കാവില്ല, പർവ്വതങ്ങളോളം പൊക്കം വെക്കാനും നിനക്കാവില്ല, ഉറപ്പ്. كل ذلك كان سيئه عند ربك مكروها.
ഇവയിലെ മോശമായവയെല്ലാം നിന്റെ നാഥൻ വെറുത്തകറ്റിയവയാണ്. ذلك مما أوحى إليك ربك من الحكمة ولا تجعل مع الله إلها آخر فتلقى في جهنم ملوما مدحورا. നിന്റെ നാഥൻ നിനക്ക് ബോധനം നൽകിയ ജ്ഞാനത്തിൽപ്പെട്ടതാണിത്. നീ അല്ലാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും സ്വീകരിക്കരുത്. അങ്ങനെ ചെയ്താൽ നീ നിന്ദ്യനും അല്ലാഹുവിന്റെ അനുഗ്രഹം വിലക്കപ്പെട്ടവനുമായി നരകത്തിലെറിയപ്പെടും. أفأصفاكم ربكم بالبنين واتخذ من الملائكة إناثا إنكم لتقولون قولا عظيما. നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് പുത്രന്മാരെ തരികയും തനിക്കുവേണ്ടി മലക്കുകളിൽ നിന്ന് പുത്രിമാരെ സ്വീകരിക്കുകയുമാണോ ചെയ്തത്? വളരെ ഗുരുതരമായ വാക്കാണ് നിങ്ങൾ പറയുന്നത്. وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِيَذَّكَّرُوا وَمَا يَزِيدُهُمْ إِلَّا نُفُورًا. ജനം ചിന്തിച്ചു മനസ്സിലാക്കാനായി നാം ഈ ഖുർആനിൽ കാര്യങ്ങൾ വിവിധ രൂപത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. എന്നിട്ടും ഇത് സത്യത്തിൽ നിന്നുള്ള അവരുടെ അകൽച്ച വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. قُلْ لَوْ كَانَ مَعَهُ آلِهَةٌ كَمَا يَقُولُونَ إِذًا لَابْتَغَوْا إِلَى ذِي الْعَرْشِ سَبِيلًا. പറയുക, അവർ വാദിക്കും പോലെ അല്ലാഹുവോടൊപ്പം മറ്റു ദൈവങ്ങളുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും അവർ സിംഹാസനാധിപന്റെ സ്ഥാനത്തെത്താൻ സകല മാർഗങ്ങളും തേടുമായിരുന്നു. സുബ്ഹാനഹു വതആല അമ്മാ യഖൂലൂന ഉലുവൻ കബീറാ. അവർ പറഞ്ഞു പരത്തുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അവയ്ക്കെല്ലാമുപരി അവൻ എത്രയോ ഉന്നതനായിരിക്കുന്നു. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ وَإِن مِّن شَيْءٍ إِلَّا يُسَبِّحُ بِحَمْدِهِ وَلَكِن لَّا تَفْقَهُونَ تَسْبِيحَهُمْ إِنَّهُ كَانَ حَلِيمًا غَفُورًا. ഏഴാകാശങ്ങളും ഭൂമിയും അവയിലുള്ളവയൊക്കെയും അവന്റെ വിശുദ്ധിയെ വാഴ്ത്തുന്നു. അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്ത യാതൊന്നുമില്ല. പക്ഷേ അവരുടെ പ്രകീർത്തനം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അവൻ വളരെ സഹനമുള്ളവനും ഏറെ പൊറുക്കുന്നവനുമാണ്. وَإِذَا قَرَأْتَ الْقُرْآنَ جَعَلْنَا بَيْنَكَ وَبَيْنَ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ حِجَابًا مَسْتُورًا. നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിനക്കും പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കുമിടയിൽ നാം അദൃശ്യമായ ഒരു മറയിടുന്നു. وَجَعَلْنَا عَلَى قُلُوبِهِمْ أَكِنَّةً أَن يَفْقَهُوهُ وَفِي آذَانِهِمْ وَقْرًا وَإِذَا ذَكَرْتَ رَبَّكَ فِي الْقُرْآنِ وَحْدَهُ وَلَّوْا عَلَى أَدْبَارِهِمْ نُفُورًا. അത് മനസ്സിലാക്കാനാവാത്ത വിധം അവരുടെ ഹൃദയങ്ങൾക്ക് നാം മൂടിയിടുന്നു, കാതുകൾക്ക് അടപ്പിടുന്നു. നിന്റെ നാഥനെ ഈ ഖുർആനിൽ നീ പരാമർശിക്കുമ്പോൾ അവർ വെറുപ്പോടെ പിന്തിരിഞ്ഞു പോകുന്നു. നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി ഇദ് യസ്തമിഊന ഇലൈക വഇദ് ഹും നജ്വാ ഇദ് യഖൂലു الظالمون ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. നിന്റെ വാക്കുകൾ അവർ ചെവി കൊടുത്തു കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണവർ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നതെന്ന് നമുക്ക് നന്നായി അറിയാം. അവർ സ്വകാര്യം പറയുമ്പോൾ എന്താണവർ പറയുന്നതെന്നും. ഈ അക്രമികൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ പിന്തുടരുന്നത് മാരണം ബാധിച്ച ഒരു മനുഷ്യനെ മാത്രമാണെന്നാണ്. كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. നോക്കൂ, എவ்விധമാണ് അവർ നിനക്ക് ഉപമകൾ ചമയ്ക്കുന്നത്.
അങ്ങനെ അവർ പിഴച്ചു പോയിരിക്കുന്നു. അതിനാൽ അവർക്ക് നേർവഴി പ്രാപിക്കാനാവില്ല. وقالوا أإذا كنا عظاما ورفاتا أإنا لمبعوثون خلقا جديدا. അവർ ചോദിക്കുന്നു, ഞങ്ങൾ എല്ലുകളും നുരുമ്പിയ തുരുമ്പുകളുമായി മാറിയാൽ പിന്നെയും പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നു. قل كونوا حجارة أو حديدا أو خلقا مما يكبر في صدوركم فسيقولون من يعيدنا قل الذي فطركم أول مرة فسينغضون إليك رؤوسهم ويقولون متاه قل عسى أن يكون قريبا. പറയുക, നിങ്ങൾ കല്ലോ ഇരുമ്പോ ആയിക്കൊള്ളുക. അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ കൂടുതൽ വലുതായി തോന്നുന്ന മറ്റു വല്ല സൃഷ്ടിയുമായി തീരുക. എന്നാലും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോഴവർ ചോദിക്കും, ആരാണ് ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക? പറയുക, നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചവൻ തന്നെ. അന്നേരം അവർ നിന്റെ നേരെ തലയാട്ടിക്കൊണ്ട് ചോദിക്കും, എപ്പോഴാണ് അതുണ്ടാവുക? പറയുക, അടുത്തു തന്നെ ആയേക്കാം. يوم يدعوكم فتستجيبون بحمده وتظنون إن لبثتم إلا قليلا. അവൻ നിങ്ങളെ വിളിക്കുകയും നിങ്ങൾ അവനെ സ്തുതിച്ചുകൊണ്ട് ഉത്തരം നൽകുകയും ചെയ്യുന്ന ദിവസം. അപ്പോൾ അല്പകാലം മാത്രമേ നിങ്ങൾ ഭൂമിയിൽ കഴിച്ചുകൂട്ടിയിട്ടുള്ളൂവെന്ന് നിങ്ങൾക്ക് തോന്നും. وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزغ بينهم إن الشيطان كان للإنسان عدوا مبينا. നീ എന്റെ ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും മികച്ച വാക്കുകളാകട്ടെ. തീർച്ചയായും പിശാച് അവർക്കിടയിൽ കുഴപ്പം കുത്തിപ്പൊക്കുന്നു. പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രു തന്നെ. ربكم أعلم بكم إن يشأ يرحمكم أو إن يشأ يعذبكم وما أرسلناك عليهم وكيلا. നിങ്ങളുടെ നാഥൻ നിങ്ങളെപ്പറ്റി നന്നായി അറിയുന്നവനാണ്. അവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് കരുണ കാണിക്കും. അവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. നാം നിന്നെ അവരുടെ കൈകാര്യകർത്താവായി നിയോഗിച്ചിട്ടില്ല. وَرَبُّكَ أَعْلَمُ بِمَنْ فِي السَّمَاوَاتِ وَالْأَرْضِ وَلَقَدْ فَضَّلْنَا بَعْضَ النَّبِيِّينَ عَلَى بَعْضٍ وَآتَيْنَا دَاوُودَ زَبُورًا. ആകാശഭൂമികളിലുള്ളവരെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്നവൻ നിന്റെ നാഥനാണ്. തീർച്ചയായും നാം പ്രവാചകന്മാരിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ദാവൂദിന് നാം സങ്കീർത്തനം നൽകി. قُلِ ادْعُوا الَّذِينَ زَعَمْتُم مِّن دُونِهِ فَلَا يَمْلِكُونَ كَشْفَ الضُّرِّ عَنكُمْ وَلَا تَحْوِيلًا. പറയുക, അല്ലാഹുവല്ലാത്ത ദൈവങ്ങളെന്ന് നിങ്ങൾ വാദിച്ചു വരുന്നവരോട് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളിൽ നിന്ന് ഒരു ദുരിതവും തട്ടിമാറ്റാൻ അവർക്ക് സാധ്യമല്ല. ഒന്നിനും ഒരു മാറ്റവും വരുത്താൻ അവർക്കാവില്ല. أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. ഇക്കൂട്ടർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ സ്വയം തന്നെ തങ്ങളുടെ നാഥന്റെ സാമീപ്യം നേടാൻ വഴി തേടിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ അല്ലാഹുവുമായി ഏറ്റവും അടുത്തവർ പോലും അവന്റെ കാരുണ്യം കൊതിക്കുന്നു. അവന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. നിന്റെ നാഥന്റെ ശിക്ഷ പേടിക്കപ്പെടേണ്ടതു തന്നെ തീർച്ച. وَإِن مِّن
قرية إلا نحن مهلكوها قبل يوم القيامة أو معذبوها عذابا شديدا كان ذلك في الكتاب مسطورا. ഉയിർത്തെഴുന്നേൽപ്പ് നാളിന് മുമ്പായി നാം നശിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാത്ത ഒരു നാടുമുണ്ടാവുകയില്ല. അത് മൂലപ്രമാണത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. وما منعنا أن نرسل بالآيات إلا أن كذب بها الأولون وآتينا ثمود الناقة مبصرة فظلموا بها وما نرسل بالآيات إلا تخويفا. ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് ഇവർക്ക് മുമ്പുണ്ടായിരുന്നവർ അത്തരം ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞുവെന്നത് മാത്രമാണ്. സമൂദ് ഗോത്രത്തിന് നാം പ്രത്യക്ഷ അടയാളമായി ഒട്ടകത്തെ നൽകി. എന്നാൽ അവരതിനോട് അതിക്രമം കാണിക്കുകയാണുണ്ടായത്. നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. وَإِذْ قُلْنَا لَكَ إِنَّ رَبَّكَ أَحَاطَ بِالنَّاسِ وَمَا جَعَلْنَا الرُّؤْيَا الَّتِي أَرَيْنَاكَ إِلَّا فِتْنَةً لِلنَّاسِ وَالشَّجَرَةَ الْمَلْعُونَةَ فِي الْقُرْآنِ وَنُخَوِّفُهُمْ فَمَا يَزِيدُهُمْ إِلَّا طُغْيَانًا كَبِيرًا. നിന്റെ നാഥൻ മനുഷ്യരെ ഒന്നടങ്കം വലയം ചെയ്തിരിക്കുന്നുവെന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. നിനക്ക് നാം കാണിച്ചു തന്ന ആ കാഴ്ച നാം ജനങ്ങൾക്ക് ഒരു പരീക്ഷണമാക്കുകയാണ് ചെയ്തത്. ഖുർആനിൽ ശപിക്കപ്പെട്ട ആ വൃക്ഷവും അങ്ങനെ തന്നെ. നാം അവരെ ഭയപ്പെടുത്തുകയാണ്, എന്നാൽ അതവരിൽ ധിക്കാരം വളർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ قَالَ أَأَسْجُدُ لِمَنْ خَلَقْتَ طِينًا. നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അപ്പോഴവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ പറഞ്ഞു, നീ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയവന് ഞാൻ സുജൂദ് ചെയ്യുകയോ? قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا. ഇബ്ലീസ് പറഞ്ഞു, എന്നേക്കാൾ നീ ഇവനെ ആദരണീയനാക്കി. ഇവൻ അതിനർഹനാണോ എന്ന് നീ എന്നെ അറിയിക്കുക. ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരെ നീ എനിക്ക് സമയം അനുവദിക്കുകയാണെങ്കിൽ അവന്റെ സന്താനങ്ങളിൽ അല്പം ചിലരെയൊഴികെ എല്ലാവരെയും ഞാൻ ആ പദവിയിൽ നിന്ന് പിഴുതെറിയുക തന്നെ ചെയ്യും. قال اذهب فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا. അല്ലാഹു പറഞ്ഞു, നീ പോയിക്കൊള്ളുക. അവരിൽ നിന്നാരെങ്കിലും നിന്നെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം നരകമായിരിക്കും. ഇത് തികവൊത്ത പ്രതിഫലം തന്നെ. واستفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا. നിന്റെ ഒച്ചവെക്കലിലൂടെ അവരിൽ നിന്ന് നിനക്ക് കഴിയാവുന്നവരെയൊക്കെ നീ തെറ്റിച്ചുകൊള്ളുക. അവർക്കെതിരെ നീ നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും ഒരുമിച്ചു കൂട്ടുക. സമ്പത്തിലും സന്താനങ്ങളിലും അവരോടൊപ്പം കൂട്ടുചേർന്നുകൊള്ളുക. അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുക. അവരോടുള്ള പിശാചിന്റെ വാഗ്ദാനം കൊടും ചതിയല്ലാതൊന്നുമല്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ.
നിശ്ചയമായും എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് ഒരധികാരവുമില്ല. ഭരമേൽപ്പിക്കപ്പെടാൻ നിന്റെ നാഥൻ തന്നെ മതി. ربكم الذي يزجي لكم الفلك في البحر لتبتغوا من فضله إنه كان بكم رحيما. നിങ്ങൾക്കായി കടലിലൂടെ കപ്പലോടിക്കുന്നവനാണ് നിങ്ങളുടെ നാഥൻ. നിങ്ങൾ അവന്റെ ഔദാര്യം തേടിപ്പിടിക്കാൻ വേണ്ടി. അവൻ നിങ്ങളോട് അളവറ്റ കാരുണ്യവാനാണ്. وَإِذَا مَسَّكُمُ الضُّرُّ فِي الْبَحْرِ ضَلَّ مَن تَدْعُونَ إِلَّا إِيَّاهُ فَلَمَّا نَجَّاكُمْ إِلَى الْبَرِّ أَعْرَضْتُمْ وَكَانَ الْإِنسَانُ كَفُورًا. കടലിൽ നിങ്ങളെ വല്ല വിപത്തും ബാധിച്ചാൽ അല്ലാഹുവെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെല്ലാം അപ്രത്യക്ഷമാകുന്നു. എന്നാൽ അവൻ നിങ്ങളെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ നിങ്ങൾ അവനിൽ നിന്ന് തിരിഞ്ഞുകളയുന്നു. മനുഷ്യൻ ഏറെ നന്ദി കെട്ടവൻ തന്നെ. أَفَأَمِنْتُمْ أَنْ يَخْسِفَ بِكُمْ جَانِبَ الْبَرِّ أَوْ يُرْسِلَ عَلَيْكُمْ حَاصِبًا ثُمَّ لَا تَجِدُوا لَكُمْ وَكِيلًا. കരയുടെ ഓരത്തു തന്നെ അവൻ നിങ്ങളെ ആഴ്ത്തിക്കളയുന്നുവെന്ന് വയ്ക്കുക. അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ നേരെ ചരൽമഴ വീഴ്ത്തുന്നുവെന്ന്. ഇതിൽ നിന്നെല്ലാം നിങ്ങളെ രക്ഷിക്കുന്ന ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും. ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾ തീർത്തും നിർഭയരാണോ? أَمْ أَمِنْتُمْ أَنْ يُعِيدَكُمْ فِيهِ تَارَةً أُخْرَى فَيُرْسِلَ عَلَيْكُمْ قَاصِفًا مِنَ الرِّيحِ فَيُغْرِقَكُمْ بِمَا كَفَرْتُمْ ثُمَّ لَا تَجِدُوا لَكُمْ عَلَيْنَا بِهِ تَبِيعًا. അല്ലെങ്കിൽ മറ്റൊരിക്കൽ അവൻ നിങ്ങളെ കടലിലേക്ക് തിരിച്ചുകൊണ്ടുപോകുന്നു. അങ്ങനെ നിങ്ങൾ നന്ദികേട് കാണിച്ചതിന് ശിക്ഷയായി നിങ്ങളുടെ നേരെ കൊടുങ്കാറ്റയച്ച് നിങ്ങളെ അതിൽ മുക്കിക്കളയുന്നു. പിന്നീട് അക്കാര്യത്തിൽ നിങ്ങൾക്കായി നമുക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്കാരെയും കണ്ടെത്താനാവുന്നുമില്ല. ഇത്തരമൊരവസ്ഥയെക്കുറിച്ചും നിങ്ങൾ നിർഭയരാണ്. وَلَقَدْ كَرَّمْنَا بَنِي آدَمَ وَحَمَلْنَاهُمْ فِي الْبَرِّ وَالْبَحْرِ وَرَزَقْنَاهُمْ مِنَ الطَّيِّبَاتِ وَفَضَّلْنَاهُمْ عَلَى كَثِيرٍ مِّمَّنْ خَلَقْنَا تَفْضِيلًا. ഉറപ്പായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അവർക്കു നാം കടലിലും കരയിലും സഞ്ചരിക്കാനായി വാഹനങ്ങൾ ഒരുക്കി ഉത്തമ വിഭവങ്ങൾ ആഹാരമായി നൽകി. നാം സൃഷ്ടിച്ച നിരവധി സൃഷ്ടികളെക്കാൾ നാം അവർക്ക് മഹത്വമേകുകയും ചെയ്തു. يَوْمَ نَدْعُو كُلَّ أُنَاسٍ بِإِمَامِهِمْ فَمَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ فَأُولَئِكَ يَقْرَؤُونَ كِتَابَهُمْ وَلَا يُظْلَمُونَ فَتِيلًا. ഒരു ദിനം അന്നു നാം ഓരോ ജനവിഭാഗത്തെയും തങ്ങളുടെ നേതാവിനോടൊപ്പം ഒരിടത്ത് വിളിച്ചുകൂട്ടും. അന്ന് കർമ്മപുസ്തകം വലതുകൈയിൽ നൽകപ്പെടുന്നവർ തങ്ങളുടെ രേഖ വായിച്ചു നോക്കും. അവരൊട്ടും അനീതിക്കിരയാവില്ല. وَمَنْ كَانَ فِي هَذِهِ أَعْمَى فَهُوَ فِي الْآخِرَةِ أَعْمَى وَأَضَلُّ سَبِيلًا. ഈ ലോകത്ത് കണ്ണുകാണാത്തവനെപ്പോലെ കഴിയുന്നവൻ പരലോകത്ത് കണ്ണുപൊട്ടനായിരിക്കും, പറ്റേ വഴിപിഴച്ചവനും. وَإِنْ كَادُوا لَيَفْتِنُونَكَ عَنِ الَّذِي أَوْحَيْنَا إِلَيْكَ لِتَفْتَرِيَ عَلَيْنَا غَيْرَهُ وَإِذًا لَاتَّخَذُوكَ خَلِيلًا. സംശയമില്ല, നാം നിനക്ക് ബോധനം നൽകിയ സന്ദേശങ്ങളിൽ നിന്ന് നിന്നെ തെറ്റിച്ച് നാശത്തിലകപ്പെടുത്താൻ അവരൊരുങ്ങിയിരിക്കുന്നു. അതല്ലാത്തവ നീ നമ്മുടെ പേരിൽ വെച്ചുകെട്ടണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഉറപ്പായും അവർ നിന്നെ ഉറ്റമിത്രമായി സ്വീകരിക്കും. وَلَوْلَا أَنْ
ثبتناك لقد كدت تركن إليهم شيئا قليلا. നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ നീ അവരുടെ പക്ഷത്തേക്ക് അല്പസ്വല്പം ചാഞ്ഞുപോകുമായിരുന്നു. إذا لأذقناك ضعف الحياة وضعف الممات ثم لا تجد لك علينا نصيرا. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിന്നെ നാം ഇഹത്തിലും പരത്തിലും ഇരട്ടി ശിക്ഷ ആസ്വദിപ്പിക്കും. അപ്പോൾ നമുക്കെതിരിൽ നിന്നെ സഹായിക്കാൻ ആരെയും കണ്ടെത്താനാവില്ല. وَإِن كَادُوا لَيَسْتَفِزُّونَكَ مِنَ الْأَرْضِ لِيُخْرِجُوكَ مِنْهَا وَإِذًا لَّا يَلْبَثُونَ خِلَافَكَ إِلَّا قَلِيلًا. നിന്നെ ഭൂമിയിൽ നിന്ന് പറിച്ചെടുത്ത് പുറത്തെറിയാൻ അവർ തയ്യാറെടുത്തിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് ശേഷം അല്പകാലമല്ലാതെ അവരവിടെ താമസിക്കാൻ പോകുന്നില്ല. سُنَّةَ مَن قَدْ أَرْسَلْنَا قَبْلَكَ مِن رُّسُلِنَا وَلَا تَجِدُ لِسُنَّتِنَا تَحْوِيلًا. നിനക്ക് മുമ്പ് നാം അയച്ച നമ്മുടെ ദൂതന്മാരുടെ കാര്യത്തിലുണ്ടായ നടപടിക്രമം തന്നെയാണിത്. നമ്മുടെ നടപടിക്രമങ്ങളിൽ ഒരു വ്യത്യാസവും നിനക്ക് കാണാനാവില്ല. أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا. സൂര്യൻ തെറ്റുന്നതു മുതൽ രാവ് ഇരുളും വരെ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. ഖുർആൻ പാരായണം ചെയ്തുള്ള പ്രഭാത നമസ്കാരവും. തീർച്ചയായും പ്രഭാത പ്രാർത്ഥനയിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. രാവിലെ ഖുർആൻ പാരായണം ചെയ്ത് തഹജ്ജുദ് നമസ്കരിക്കുക. ഇത് നിനക്ക് കൂടുതൽ അനുഗ്രഹം നേടിത്തരുന്ന ഒന്നാണ്. അതുവഴി നിന്റെ നാഥൻ നിന്നെ സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് ഉയർത്തിയേക്കാം. وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. നീ പ്രാർത്ഥിക്കുക, എന്റെ നാഥ, നീ എന്റെ പ്രവേശനം സത്യത്തോടൊപ്പമാക്കണമേ, എന്റെ പുറപ്പാടും സത്യത്തോടൊപ്പമാക്കണമേ. നിന്നിൽ നിന്നുള്ള ഒരധികാരശക്തിയെ എനിക്ക് സഹായിയായി നൽകണമേ. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. പ്രഖ്യാപിക്കുക, സത്യം വന്നു, മിഥ്യ തകർന്നു, മിഥ്യ തകരാനുള്ളത് തന്നെ. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. ഈ ഖുർആനിലൂടെ നാം സത്യവിശ്വാസികൾക്ക് ആശ്വാസവും കാരുണ്യവും നൽകുന്ന ചിലത് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിക്രമികൾക്കിത് നഷ്ടമല്ലാതൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. وَإِذَا أَنْعَمْنَا عَلَى الْإِنسَانِ أَعْرَضَ وَنَأَىٰ بِجَانِبِهِ وَإِذَا مَسَّهُ الشَّرُّ كَانَ يَئُوسًا. മനുഷ്യന് നാം അനുഗ്രഹമേകിയാൽ അവൻ തിരിഞ്ഞുകളയുന്നു, തനിക്ക് തോന്നിയ പോലെ തെന്നിമാറിപ്പോകുന്നു. അവന് വല്ല വിപത്തും വന്നാലോ നിരാശനാവുകയും ചെയ്യുന്നു. قُلْ كُلٌّ يَعْمَلُ عَلَى شَاكِلَتِهِ فَرَبُّكُمْ أَعْلَمُ بِمَنْ هُوَ أَهْدَىٰ سَبِيلًا. പറയുക, ഓരോരുത്തരും തങ്ങളുടെ മനോനിലയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ഏറ്റവും ശരിയായ മാർഗത്തിലെന്ന് നന്നായി അറിയുന്നവൻ നിങ്ങളുടെ നാഥൻ മാത്രമാണ്. وَيَسْأَلُونَكَ عَنِ الرُّوحِ قُلِ الرُّوحُ مِنْ أَمْرِ رَبِّي وَمَا أُوتِيتُم مِّنَ الْعِلْمِ إِلَّا قَلِيلًا. ആത്മാവിനെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആത്മാവ് എന്റെ നാഥന്റെ വരുതിയിലുള്ള കാര്യമാണ്. അറിവിൽ നിന്ന് അല്പമേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. وَلَئِن
شئنا لنذهبن بالذي أوحينا إليك ثم لا تجد لك به علينا وكيلا. നാം ഇച്ഛിക്കുകയാണെങ്കിൽ നിനക്ക് നാം വഹിയായി നൽകിയ സന്ദേശം നാം തന്നെ പിൻവലിക്കുമായിരുന്നു. പിന്നെ നമുക്കെതിരെ നിന്നെ സഹായിക്കാൻ ഒരു രക്ഷകനെയും നിനക്ക് കണ്ടെത്താനാവില്ല. إلا رحمة من ربك إن فضله كان عليك كبيرا. അങ്ങനെ സംഭവിക്കാത്തത് നിന്റെ നാഥന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. നിന്നോടുള്ള അവന്റെ അനുഗ്രഹം വളരെ വലുതാണ്. قل لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. പറയുക, മനുഷ്യരും ജിന്നുകളും ഒത്തൊരുമിച്ചു ശ്രമിച്ചാലും ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാനാവില്ല. അവരെല്ലാം പരസ്പരം പിന്തുണച്ചാലും ശരി. وَلَقَدْ صَرَّفْنَا لِلنَّاسِ فِي هَذَا الْقُرْآنِ مِنْ كُلِّ مَثَلٍ فَأَبَى أَكْثَرُ النَّاسِ إِلَّا كُفُورًا. ഈ ഖുർആനിൽ മനുഷ്യർക്കായി എല്ലാവിധ ഉപമകളും നാം വിവിധ രൂപേണ വിവരിച്ചിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യരിലേറെ പേരും അവയെ തള്ളിക്കളഞ്ഞു, സത്യനിഷേധത്തിൽ ഉറച്ചുനിന്നു. وَقَالُوا لَن نُّؤْمِنَ لَكَ حَتَّى تَفْجُرَ لَنَا مِنَ الْأَرْضِ يَنبُوعًا. അവർ പറഞ്ഞു, നീ ഞങ്ങൾക്കായി ഭൂമിയിൽ നിന്ന് ഒരു ഉറവ ഒഴുക്കിത്തരും വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. أَوْ تَكُونَ لَكَ جَنَّةٌ مِّن نَخِيلٍ وَعِنَبٍ فَتُفَجِّرَ الْأَنْهَارَ خِلَالَهَا تَفْجِيرًا. അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടാവുകയും അവയ്ക്കിടയിലൂടെ നീ അരുവികൾ ഒഴുക്കുകയും ചെയ്യുക. أَوْ تُسْقِطَ السَّمَاءَ كَمَا زَعَمْتَ عَلَيْنَا كِسَفًا أَوْ تَأْتِيَ بِاللَّهِ وَالْمَلَائِكَةِ قَبِيلًا أَوْ يَكُونَ لَكَ بَيْتٌ مِّن زُخْرُفٍ أَوْ تَرْقَىٰ فِي السَّمَاءِ وَلَن نُّؤْمِنَ لِرُقِيِّكَ حَتَّىٰ تُنَزِّلَ عَلَيْنَا كِتَابًا نَّقْرَؤُهُ قُلْ سُبْحَانَ رَبِّي هَلْ كُنتُ إِلَّا بَشَرًا رَّسُولًا. അല്ലെങ്കിൽ നീ വാദിക്കും പോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണങ്ങളാക്കി വീഴ്ത്തുക, അല്ലാഹുവേയും മലക്കുകളെയും ഞങ്ങളുടെ മുന്നിൽ നേരിട്ട് കൊണ്ടുവരിക. അതുമല്ലെങ്കിൽ നീ നിനക്കായി സ്വർണനിർമ്മിതമായ കൊട്ടാരമുണ്ടാക്കുക. നീ ആകാശത്തേക്ക് കയറിപ്പോവുക. ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഇറക്കിത്തരുന്നതുവരെ നീ മാനത്തേക്ക് കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുകയില്ല. പറയുക, എന്റെ നാഥൻ പരിശുദ്ധൻ, ഞാൻ സന്ദേശവാഹകനായ ഒരു മനുഷ്യൻ മാത്രമല്ലേ. وَمَا مَنَعَ النَّاسَ أَن يُؤْمِنُوا إِذْ جَاءَهُمُ الْهُدَى إِلَّا أَن قَالُوا أَبَعَثَ اللَّهُ بَشَرًا رَّسُولًا. ജനങ്ങൾക്ക് നേർവഴി വന്നെത്തിയപ്പോഴെല്ലാം അതിൽ വിശ്വസിക്കാൻ അവർക്ക് തടസ്സമായത് അല്ലാഹു ഒരു മനുഷ്യനെയാണോ തന്റെ ദൂതനായി നിയോഗിച്ചിരിക്കുന്നത് എന്ന അവരുടെ വാദം മാത്രമാണ്. قُل لَّوْ كَانَ فِي الْأَرْضِ مَلَائِكَةٌ يَمْشُونَ مُطْمَئِنِّينَ لَنَزَّلْنَا عَلَيْهِم مِّنَ السَّمَاءِ مَلَكًا رَّسُولًا. പറയുക, ഭൂമിയിലുള്ളത് ശാന്തരായി നടന്നു നീങ്ങുന്ന മലക്കുകളായിരുന്നുവെങ്കിൽ നിശ്ചയമായും അവരിലേക്ക് നാം ആകാശത്തുനിന്ന് ഒരു മലക്കിനെ തന്നെ ദൂതനായി ഇറക്കുമായിരുന്നു. قُلْ كَفَىٰ بِاللَّهِ شَهِيدًا بَيْنِي
وبينكم إنه كان بعباده خبيرا بصيرا. പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അല്ലാഹു മതി. തീർച്ചയായും അവൻ തന്റെ ദാസന്മാരെ സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാണ്. ومن يهد الله فهو المهتد ومن يضلل فلن تجد لهم أولياء من دونه ونحشرهم يوم القيامة على وجوههم عميا وبكما وصما مأواهم جهنم كلما خبت زدناهم سعيرا. അല്ലാഹു നേർവഴിയിലാക്കുന്നവൻ മാത്രമാണ് സന്മാർഗം പ്രാപിച്ചവൻ. അവൻ ദുർമാർഗത്തിൽ അകപ്പെടുത്തുന്നവർക്ക് അവനെ കൂടാതെ രക്ഷകരെ കണ്ടെത്താൻ നിനക്കാവില്ല. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നാം അവരെ മുഖം നിലത്തുകുത്തി വലിച്ചിഴച്ചു കൊണ്ടുവരും. അവരപ്പോൾ അന്ധരും ഊമകളും ബധിരരുമായിരിക്കും. അവരുടെ സങ്കേതം നരകമാണ്. അതിലെ അഗ്നി അണയുമ്പോഴൊക്കെ നാം അത് ആളിക്കത്തിക്കും. ذلك جزاؤهم بأنهم كفروا بآياتنا وقالوا أإذا كنا عظاما ورفاتا أإنا لمبعوثون خلقا جديدا. അവർ നമ്മുടെ പ്രമാണങ്ങളെ കള്ളമാക്കി തള്ളിയതിന്റെ പ്രതിഫലമാണത്. ഞങ്ങൾ എല്ലും തുരുമ്പുമായ ശേഷം പുതിയൊരു സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന് ചോദിച്ചതിന്റെയും. أولم يروا أن الله الذي خلق السماوات والأرض قادر على أن يخلق مثلهم وجعل لهم أجلا لا ريب فيه فأبى الظالمون إلا كفورا. ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു ഇവരെപ്പോലെയുള്ളവരെയും സൃഷ്ടിക്കാൻ ശക്തനാണെന്ന് ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അല്ലാഹു ഇവർക്കൊരവധി നിശ്ചയിച്ചിട്ടുണ്ട്, അതിലൊട്ടും സംശയമില്ല. എന്നാൽ അതിനെ തള്ളിപ്പറയാനല്ലാതെ അക്രമികൾക്കാവുന്നില്ല. قل لو أنتم تملكون خزائن رحمة ربي إذا لأمسكتم خشية الإنفاق وكان الإنسان قتورا. പറയുക, എന്റെ നാഥന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ നിങ്ങളുടെ അധീനതയിലായിരുന്നുവെങ്കിൽ ചെലവഴിച്ചു തീർന്നു പോകുമോ എന്ന് പേടിച്ച് നിങ്ങളത് മുറുക്കിപ്പിടിക്കുമായിരുന്നു. മനുഷ്യൻ പറ്റേ പിശുക്കൻ തന്നെ. وَلَقَدْ آتَيْنَا مُوسَى 9 آيَاتٍ بَيِّنَاتٍ فَاسْأَلْ بَنِي إِسْرَائِيلَ إِذْ جَاءَهُمْ فقال له فرعون إني لأظنك يا موسى مسحورا. മൂസാക്കു നാം പ്രത്യക്ഷത്തിൽ കാണാവുന്ന 9 തെളിവുകൾ നൽകി. നീ ഇസ്രയേല്യരോട് ചോദിച്ചു നോക്കുക. അദ്ദേഹം അവരിലേക്ക് ചെന്ന സന്ദർഭം. അപ്പോൾ ഫിർഔൻ പറഞ്ഞു, മൂസ, നിന്നെ മാരണം ബാധിച്ചവനായാണ് ഞാൻ കരുതുന്നത്. قال لقد علمت ما أنزل هؤلاء إلا رب السماوات والأرض بصائر وإني لأظنك يا فرعون مثبورا. മൂസ പറഞ്ഞു, ഉൾക്കാഴ്ചയുണ്ടാക്കാൻ പോന്ന ഈ അടയാളങ്ങൾ ഇറക്കിയത് ആകാശഭൂമികളുടെ നാഥനല്ലാതെ മറ്റാരുമല്ലെന്ന് താങ്കൾക്ക് തന്നെ നന്നായി അറിയാവുന്നതാണല്ലോ. ഫിർഔൻ താങ്കൾ തുലഞ്ഞവനാണെന്നാണ് ഞാൻ കരുതുന്നത്. فأراد أن يستفزهم من الأرض فأغرقناه ومن معه جميعا. അപ്പോൾ അവരെ നാട്ടിൽ നിന്ന് വിരട്ടിയോടിക്കാൻ ഫിർഔൻ തീരുമാനിച്ചു. എന്നാൽ
അവനെയും അവന്റെ കൂടെയുള്ളവരെയും നാം മുക്കിക്കൊന്നു. وقلنا من بعده لبني إسرائيل اسكنوا الأرض فإذا جاء وعد الآخرة جئنا بكم لفيفا. അതിനുശേഷം നാം ഇസ്രയേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ പാർത്തുകൊള്ളുക. പിന്നീട് പരലോകത്തിന്റെ വാഗ്ദത്ത സമയം വന്നെത്തിയാൽ നിങ്ങളെയെല്ലാം ഒരുമിച്ചു കൂട്ടി കൂട്ടത്തോടെ കൊണ്ടുവരുന്നതാണ്. وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا. നാം ഈ ഖുർആൻ ഇറക്കിയത് സത്യസന്ദേശവുമായാണ്. സത്യനിഷ്ഠമായി തന്നെ അത് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. ശുഭവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. وقرآنا فرقناه لتقرأه على الناس على مكث ونزلناه تنزيلا. ഈ ഖുർആനിനെ നാം പല ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. നീ ജനങ്ങൾക്ക് സാവധാനം ഓതിക്കൊടുക്കാൻ വേണ്ടിയാണിത്. നാം അതിനെ ക്രമേണയായി ഇറക്കി തന്നിരിക്കുന്നു. قل آمنوا به أو لا تؤمنوا إن الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا. പറയുക, നിങ്ങൾക്കിത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ ഇതിനു മുമ്പ് ദിവ്യജ്ഞാനം ലഭിച്ചവർ ഇത് വായിച്ചു കേൾക്കുമ്പോൾ മുഖം കുത്തി സുജൂദ് ചെയ്യുന്നതാണ്. ويقولون سبحان ربنا إن كان وعد ربنا لمفعولا. അവർ പറയും, ഞങ്ങളുടെ നാഥൻ എത്ര പരിശുദ്ധൻ, ഞങ്ങളുടെ നാഥന്റെ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നതു തന്നെ. ويخرون للأذقان يبكون ويزيدهم خشوعا. അവർ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുന്നു. അതവരുടെ ഭയഭക്തി വർദ്ധിപ്പിക്കുന്നു. قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا. പറയുക, നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ പരമകാരുണികനെന്ന് വിളിച്ചോളൂ. നിങ്ങൾ ഏതു പേര് വിളിച്ചു പ്രാർത്ഥിച്ചാലും തരക്കേടില്ല. ഉത്തമനാമങ്ങളൊക്കെയും അവനുള്ളതാണ്. നിന്റെ നമസ്കാരം വളരെ ഉറക്കയാക്കരുത്, വളരെ പതുക്കെയുമാക്കരുത്. അവയ്ക്കിടയിൽ മധ്യമാർഗം അവലംബിക്കുക. وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. അവൻ ആരെയും പുത്രനായി സ്വീകരിച്ചിട്ടില്ല. ആധിപത്യത്തിൽ അവന് പങ്കാളിയുമില്ല. മാനക്കേടിൽ നിന്ന് കാക്കാൻ ഒരു രക്ഷകനെയും അവൻ ആവശ്യമില്ല. അങ്ങനെയുള്ള അല്ലാഹുവിന് സ്തുതി എന്ന് നീ പറയുക. അവന്റെ മഹത്വം കീർത്തിക്കുക.